നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 ജൂൺ മാസം 26-ാം തീയതി മുതൽ 8 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യകരമായ ഒരു മാറ്റം വന്നു ചേരാൻ പോവുകയാണ്. ഇവരിലെ എല്ലാ ദോഷങ്ങളും അകന്ന് ഈ നക്ഷത്ര ജാതകർക്ക് വലിയൊരു നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. ഇവരുടെ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഇവരുടെ വീടുകളിൽ സർവൈശ്വര്യം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണിത്. ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് അങ്ങനെ ഒരു വലിയ ഭാഗ്യം വന്നു ചേരുന്നത്? ഇവർ പോകേണ്ട ക്ഷേത്രം ഏതാണ്? ഇവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ആ നക്ഷത്ര ജാതകരെ അറിയുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി നിങ്ങളുടെ എല്ലാ നെട്ടോട്ടങ്ങളും അവസാനിക്കുന്ന ആ ഭാഗ്യത്തിനു മേൽ ഭാഗ്യമുള്ള നക്ഷത്രം പൂരാട നക്ഷത്രമാണ്. പൂരാട നക്ഷത്ര ജാതകർക്ക് ഇനി സുസ്ഥിരതമായ ഒരു ജീവിതം പടുത്തുയർത്താൻ സാധിക്കും. ഇവരുടെ കഷ്ടപ്പാടുകളൊക്കെ അവസാനിക്കും. ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ വന്നു ചേരും. രണ്ടാമത്തെ നക്ഷത്രം ഉത്രമാണ്. ഇവരുടെ രോഗദുരിതങ്ങളും തൊഴിൽപരമായ പ്രതിസന്ധികളും മാറി ജീവിതം പുരോഗതിയിലേക്ക് വരും. അടുത്ത നക്ഷത്രം പൂരമാണ്. വരാനിരിക്കുന്ന 6 മാസക്കാലം സൗഭാഗ്യങ്ങളുടെയും സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെയും സമയം തന്നെയായിരിക്കും. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിലവിലെ കഷ്ടപ്പാടുകളൊക്കെ മാറി ശനി ഭഗവാന്റെ അനുഗ്രഹത്തോടെ ജീവിതം കൂടുതൽ അഭിവൃദ്ധി വന്നു ചേരുന്ന സമയമാണ്. എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കാൻ പോവുകയാണ്. രക്ഷപ്പെടും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ്. മനപ്രയാസങ്ങളൊക്കെ മാറി ഈശ്വരൻ്റെ ശക്തി തിരിച്ചറിയുന്ന നല്ല കാലം വരുന്നു ഇവർക്ക്. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ദുരിതങ്ങൾക്ക് ഒടുവിൽ ജീവിതത്തിൽ ഒരു പുതിയ പ്രകാശം തെളിയാൻ പോവുകയാണ് ഇവർക്ക്. എല്ലാ കഷ്ടപ്പാടുകളും അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. അടുത്ത നക്ഷത്രം അത്തമാണ്. കഷ്ടപ്പാടുകൾക്കും പോരാട്ടങ്ങൾക്കും അവസാനമായി സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന സമയമാണിവർക്ക്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. എതിർപ്പുകളെയും പരിഹാസങ്ങളെയും അതിജീവിച്ച് തലയുയർത്തി വിജയിച്ച് കയറാൻ കഴിയുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെയും ഈ 8 നക്ഷത്ര ജാതകരും ശനി ഭഗവാനെയും ശിവഭഗവാനെയും ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കുമൊക്കെ കാരണമാകും. എല്ലാ കഷ്ടപ്പാടുകളും അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇനി വന്നു ചേരുന്ന സമയമാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ ശിവക്ഷേത്രത്തിൽ പോകണം, ധാര നടത്തണം, പിൻവിളക്ക് നടത്തണം. ഇതൊക്കെ നടത്തി മുന്നോട്ട് പോവുക. നല്ലതേ സംഭവിക്കുകയുള്ളൂ. ധൈര്യമായിട്ടിരിക്കുക.